ഐക്യവേദി സിന്ദാബാദ്. ഐക്യവേദി സിന്ദാബാദ്. സെക്രട്ടറിമാർ സിന്ദാബാദ്. സെക്രട്ടറിമാർ സിന്ദാബാദ്. ഇല്ല ഇല്ല പിന്നോട്ടില്ല. ഇല്ല ഇല്ല പിന്നോട്ടില്ല. മുന്നോട്ട് മുന്നോട്ട്. ആയുർവേദം മുന്നോട്ട്. കോടതി വിധികളെ അട്ടിമറിക്കാൻ. കോടതി വിധികളെ അട്ടിമറിക്കാൻ. നോക്കിടുന്നൊരു സർക്കാരെ. നോക്കിടുന്നൊരു സർക്കാരെ. നോക്കിടുന്നൊരു സർക്കാരെ. നോക്കിടുന്നൊരു സർക്കാരെ. പിൻവലിക്കൂ പിൻവലിക്കൂ. പിൻവലിക്കൂ പിൻവലിക്കൂ. പിൻവലിക്കൂ പിൻവലിക്കൂ. പിൻവലിക്കൂ പിൻവലിക്കൂ. ബജറ്റ് നിർദ്ദേശം പിൻവലിക്കൂ. ബജറ്റ് നിർദ്ദേശം പിൻവലിക്കൂ. ജനങ്ങളുടെ ആയുസ്സിന് ഭീഷണിയാകുന്ന വ്യാജ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റ് നിർദ്ദേശത്തിനെതിരെ ആയുർവേദ ഐക്യവേദി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. കേരളത്തിലെ വിവിധ ആയുർവേദ സംഘടനകളുടെയും 18 ആയുർവേദ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിലായിരുന്നു മാർച്ച്. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി ഡോക്ടർ KC അജിത് കുമാർ സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് ഡോക്ടർ CD ലീന അധ്യക്ഷത വഹിച്ച ചടങ്ങ് M വിൻസെന്റ് MLA ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ മേഖലയ്ക്ക് ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടാണ് പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ന് 18ഓളം സംഘടനകൾ ചേർന്നുകൊണ്ട് ഈ ഒരു സമരം ഇവിടെ നിങ്ങൾ സംഘടിപ്പിക്കുന്നത്. പരമ്പരാഗതമായ ചികിത്സാ രംഗത്തുള്ള ആളുകളെ B ക്ലാസ് രജിസ്ട്രേഷൻ നൽകി അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ് 1963-ൽ. അങ്ങനെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കമ്മീഷനും ഇൻസ്റ്റിറ്റ്യൂട്ടും സ്ഥാപിക്കുന്നതിന്റെ ആവശ്യം എന്താണ് എന്ന് ആയുർവേദ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഗവൺമെന്റിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണ്, ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നൊന്നും പറയാതെ തന്നെ വലിയ തോതിലുള്ള ആശങ്ക ഉയർത്തിക്കൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടും കമ്മീഷനും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പെട്ടെന്നുള്ള ഈ സമരത്തിന്റെ ആധാരമായിട്ടുള്ള വിഷയം. BJP സംസ്ഥാന സെക്രട്ടറി സുരേഷ് ആശംസകൾ അർപ്പിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ആയുർവേദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ, ആയുർവേദ മെഡിസിൻ മാനുഫാക്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ആയുർവേദ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ, ആയുഷ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ, അഖില കേരള ഗവൺമെൻറ് ആയുർവേദ കോളേജ് അധ്യാപക സംഘടന, കേരള സ്റ്റേറ്റ് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ സെൽഫ് ഫിനാൻസിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ, പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ, പ്രൈവറ്റ് ആയുർവേദ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ, കൗൺസിൽ ഫോർ ആയുർവേദിക് സ്റ്റുഡൻസ് ഓഫ് കേരള, പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ് അസോസിയേഷൻ, ഹൗസ് സർജൻസ് അസോസിയേഷൻ എന്നീ സംഘടനകളുടെ പ്രതിനിധികൾ സംസാരിച്ചു. ഡോക്ടർ അനഘ ജോയ്, ഡോക്ടർ സെബി, ഡോക്ടർ ലിജു മാത്യു, ഡോക്ടർ ബിജുമോൻ OC, ഡോക്ടർ ഷിബു, ഡോക്ടർ ഹരിദാസ് PK, ഡോക്ടർ സാദത്ത്, ഡോക്ടർ ശ്രീരഞ്ജിനി, ഡോക്ടർ ബിജുരാജ്, ഡോക്ടർ രാജേഷ്, ഡോക്ടർ ദൃശ്യ, ഡോക്ടർ അദീന, ഡോക്ടർ റാസിഖ്, ഡോക്ടർ എബിൻ, ഡോക്ടർ മുഹമ്മദ് റാസി, ഡോക്ടർ ഉദയകുമാർ, ഡോക്ടർ രാജു തോമസ്, ഡോക്ടർ രജിത് ആനന്ദ്, ഡോക്ടർ PK ഹരിദാസ്, ഡോക്ടർ സലീം, ഡോക്ടർ ഷിനോയ്, ഡോക്ടർ അൻസാരി, ഡോക്ടർ രാജേഷ് V എന്നിവരാണ് സംസാരിച്ചത്. കോടതി വിധികളെ അട്ടിമറിക്കാൻ പിൻവലിക്കൂ പിൻവലിക്കൂ. പിൻവലിക്കൂ പിൻവലിക്കൂ. രാജവൈദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി പൊതുജനാരോഗ്യ മേഖലയിൽ വളരെ പ്രതിസന്ധികൾ ഉണ്ടാകും. മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാതെ ഹൈക്കോർട്ട് ഓർഡറും സുപ്രീം കോർട്ട് ഓർഡറും ഒക്കെ നിലനിൽക്കെ ഇത്തരത്തിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിന്റെ ആവശ്യകത എന്തെന്നാണ് ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നമുക്ക് ചോദിക്കുവാനുള്ളത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിനുള്ള നീക്കം എത്രയും വേഗം പിൻവലിക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടാനുള്ളത്. കേരള പ്രാക്ടീഷണേഴ്സ് ആക്ട് ഉണ്ട്, പൊതുജനാരോഗ്യ നിയമം നിലവിലുണ്ട്,
NCISM ആക്ട് നിലവിലുണ്ട്. ഇതെല്ലാം കേരളത്തിലെ വൈദ്യ വിദ്യാർത്ഥികളെയും രജിസ്റ്റേർഡ് ആയുർവേദ പ്രാക്ടീഷണേഴ്സിനെയും സംരക്ഷിക്കുന്നതിനുള്ള നിയമങ്ങളാണ്. ഇത്തരത്തിലുള്ള നിയമങ്ങൾ നിലനിൽക്കെ എന്തിനാണ് ഇത്തരത്തിലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്, എന്തിനാണ് ഇത്തരത്തിലൊരു കമ്മീഷനെ രൂപീകരിച്ചുകൊണ്ട് വ്യാജവൈദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നത്? അതുകൊണ്ട് വ്യാജവൈദ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ ഈ നടപടി പിൻവലിക്കണം എന്ന് വളരെ ശക്തമായി ഐക്യവേദിക്ക് വേണ്ടി ആവശ്യപ്പെടുകയാണ്.